ശിവടിച്ചിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് BA BSc 4th സെമസ്റ്ററിലെ അടുക്കള എന്ന നാടകത്തിലേക്ക് കടക്കാം. അടുക്കള എന്ന നാടകം എഴുതിയിരിക്കുന്നത് N. ശശിധരനാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലയിലാണ് ജനിച്ചത്. നാടകകൃത്ത്, സാഹിത്യ നിരൂപകനും ഒക്കെയാണ്. അദ്ദേഹത്തിന് നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡൊക്കെ ലഭിച്ച വ്യക്തിയാണ് N. ശശിധരൻ. അദ്ദേഹത്തിൻ്റെതാണ് അടുക്കള എന്ന നാടകം. സമൂഹത്തിലെ ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ തന്റെ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനാണ് നാടകകൃത്ത് ശ്രദ്ധിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഒരു നിരൂപണ ബുദ്ധിയും അദ്ദേഹത്തിലുണ്ട്. അതായത് കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവരുടെ സാഹചര്യങ്ങളെ നിരൂപണാത്മകമായാണ് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അതിന്റെ ഭംഗി ഒട്ടും ചോർന്നു പോകാതെ തന്നെ അദ്ദേഹം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇതിലെ പ്രധാന കഥാപാത്രം ദേവയാനി എന്ന വീട്ടമ്മയാണ്. ഈ സ്ത്രീ തന്റെ ശരീരം വിറ്റ് ജീവിച്ചവളാണ്. അപ്പം മക്കളൊക്കെ ഒരു നിലയിലേക്ക് എത്തിയപ്പോൾ അവരവരുടെ തൊഴിൽ മതിയാക്കി വീട്ടിൽ ഇരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും മക്കൾക്ക് അവളോട് യാതൊരു തരത്തിലുള്ള അടുപ്പമോ സ്നേഹമോ ഇല്ല. അപ്പൊ പ്രധാന കഥാപാത്രങ്ങളെന്ന് നോക്കാം. ദേവയാനി നാടകത്തിലെ പ്രധാന കഥാപാത്രം. ഈ ദേവയാനി തന്നെയാണ് ഇവൾ ശരീരം വിറ്റ് നടന്നപ്പോൾ വണ്ടി ദേവു എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അതായത് പല വണ്ടികൾ വരുന്നു, അവൾ അതിൽ കയറി പോകുന്നു, പട്ടണത്തിലെ പല ലോഡ്ജുകളിൽ മുറിയെടുക്കുന്നു. അങ്ങനെ തന്റെ ജീവിതം അല്ലെങ്കിൽ തന്റെ മക്കളെ, ഭർത്താവ് മരിച്ചതിന് ശേഷം മക്കളെ പുലർത്താനായിട്ട് അവൾക്കിങ്ങനെ ഒരു ജോലി ചെയ്യേണ്ടി വന്നു. രജുല ആണ് അടുത്തത്. അതായത് ഈ ദേവയാനിയുടെ മൂത്ത മകളാണ് രജുല. റവീണ ദേവയാനിയുടെ ഇളയ മകളാണ്. അവൾ ഒരു വിദ്യാർത്ഥിനിയാണ്. മഹേഷ് രജുലയുടെ ഭർത്താവാണ്. ബാബു ദേവയാനിയുടെ മകനാണ്. അവനൊരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുന്നത് വാസുവാണ് പ്രധാന കഥാപാത്രം. മറ്റൊരു പ്രധാന കഥാപാത്രം ദേവയാനിയുടെ പഴയ സുഹൃത്താണ്. ദേവയാനിയുടെ നാട്ടിലുണ്ടായിരുന്ന ആളാണ്. ദേവയാനി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആളാണ് വാസു. പക്ഷേ ഇവളുടെ വഴിപിഴച്ച ജീവിതത്തിനും നിഴലായി നടന്നതും വാസു തന്നെയാണ്. പിന്നെ RV മേനോൻ എന്നൊരു വ്യക്തി ഇതിനകത്ത് കടന്നു വരുന്നത്. ഇത്രയും പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഈ നാടകം നിരവധി സ്റ്റേജുകളിൽ അവതരിപ്പിക്കേണ്ട നാടകമാണ്. അതായത് ഈ നാടകം നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ പ്രിയനന്ദൻ സംവിധാനം ചെയ്ത് നിരവധി സ്റ്റേജുകൾ അവതരിപ്പിക്കപ്പെട്ട ഒരു നാടകമാണ്. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിലെ ദേവയാനി എന്ന കഥാപാത്രം ഇത് അവതരിപ്പിച്ച നാടക നടിക്ക് പോലും വളരെയേറെ വെല്ലുവിളി ഉയർത്തിയ ഒരു കഥാപാത്രമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ദേവയാനിയെ കുറിച്ച് പറയാം. യൗവനത്തിൽ തന്നെ അവർ വിധവയായി തീർന്നവരാണ്. 3 മക്കളെ വളർത്തി വലുതാക്കാൻ വേണ്ടി ശരീരം വിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. എന്നാൽ തന്റെ ചുമതലകൾ നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവർ ആ വീടിന്റെ അടുക്കളയിലേക്ക് ഒതുങ്ങുകയാണ്. അടുക്കള വിട്ട് മറ്റൊരു സ്ഥലം അവർക്കില്ല. കാരണം അടുക്കളയെന്ന് വീടിന്റെ ഉമ്മറത്തേക്ക് പോലും വരാറില്ല. കാരണം ഇവരുടെ മക്കൾക്കൊന്നും ഇവരോട് ഒട്ടും തന്നെ സ്നേഹമില്ല. അപ്പൊ ഒരു വീട്ടുപകരണം പോലെ ആ അടുക്കളയിൽ ഒതുങ്ങുകയാണ് ഈ ദേവയാനി. അപ്പൊ എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്? വല്ലപ്പോഴും വാസു കൊണ്ടുവരുന്ന പുസ്തകങ്ങളാണ് അവർ വായിക്കുന്നത്. അപ്പൊ എല്ലാ പുസ്തകങ്ങളിലും ഒരേ ജീവിതം തന്നെയാണ് പ്രതിപാദിക്കുന്നതെന്ന് അവര് പറയുന്നുണ്ട്. വിവാഹം കഴിച്ചത് ഒരു കള്ളുകുടിയനായിരുന്നു, നാരായണേട്ടൻ എന്നുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അതാണ് അവരുടെ വിവാഹ ജീവിതം. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ജീവിതം ഇന്ന് കാണുന്ന പോലെ. അവർ പറയുന്നത് തന്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോഴേ അവർക്കിങ്ങനെ മറ്റു പലരുടെയും കിടക്ക പങ്കിടേണ്ടി വന്നു. അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് ആണ് ഈ കുട്ടികൾ വളരുന്നത്. അതിന്റെ അന്നമാണ് അവർ കഴിക്കുന്നത്. പക്ഷെ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ മക്കൾക്ക് അമ്മ ഒരു അപമാനമായി മാറുന്നു. പക്ഷെ അവളിലും ഒരു സ്ത്രീയുടെ എല്ലാ സ്വാതന്ത്ര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഭാഷയുണ്ട്. അത് മനസ്സിലാവുന്ന ഒരേ ഒരാൾ വാസുവേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വാസുവേട്ടനോട് തന്റെ മധ്യകാല വയസ്സിലെ പ്രണയം തുറന്നു പറയുകയാണ് ദേവയാനി. അങ്ങനെ അത് തുറന്നു പറയുമ്പോൾ വാസുവേട്ടൻ അവളെ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, നമുക്ക് നിന്നെ ഒരു ഡോക്ടറെ കാണിക്കണം. കുട്ടികൾ പറഞ്ഞപ്പോൾ നീ ഇത്രയും നിന്റെ മാനസിക സ്ഥിതി തെറ്റിയെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് ഒരു കന്നാസിലിരുന്ന മണ്ണെണ്ണ എടുത്ത് ദേഹത്ത് ഒഴിച്ചിട്ട് ദേവയാനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ ആ തീപ്പെട്ടിക്ക് വേണ്ടി പരതി നിൽക്കുന്ന അമ്മയെ മകൻ ബാബുവാണ്
തീപ്പെട്ടി കത്തിച്ച് അമ്മയുടെ ശരീരത്തിലേക്ക് എറിയുന്നത്. ഗോളമായിട്ട് അവിടെ പിടഞ്ഞു വേണം. അതായത് അവന്റെ ആ ബാബുവിന്റെ ഉള്ളിലെ അമ്മയോടുള്ള പകയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന അടുക്കളയിൽ മറ്റൊരു കഥാപാത്രം, അതായത് ഈ ദേവയാനിയുടെ മൂത്ത മകൾ രജുലയെ പല പ്രാവശ്യം ഇളയ മകൾ രജുലയുടെ ഭർത്താവുമായിട്ട് രജുലയുടെ ഭർത്താവുമായിട്ട് അതിരുവിട്ട് സംസാരിക്കുമ്പോഴേക്കും അമ്മ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത് മക്കൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ തൊഴുത്തിൽ ഈ അടുക്കളയിൽ മറ്റൊരു കഥാപാത്രമായിട്ട് മറ്റൊരു അടുക്കള സാധനം പോലെ റജുല അവിടെ ആകപ്പെടുന്നു. അതായത് റവീണ രജുലയുടെ ഭർത്താവുമായിട്ട് ജീവിതം ആരംഭിക്കുന്നു. അപ്പൊ തന്നെ ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ള സങ്കടമാണ് ദേവയാനിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ മണ്ണെണ്ണ, അതായത് ഈ ഒരു ആത്മഹത്യയെ കൊലപാതകമാക്കി മാറ്റാൻ മകന് കഴിയുന്നു. അപ്പൊ അമ്മ എന്ന പദത്തിനേക്കാളും വേശ്യ എന്നുള്ള തരത്തിലാണ് മക്കൾ ആ സ്ത്രീയെ കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ വെറുപ്പ് ഉണ്ടാവുന്നത്. എന്നാൽ അവരും ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്, ഒരു ഭാര്യയായിരുന്നവരാണ് എന്നുള്ളൊരു പരിഗണന ആ കുടുംബത്തിൽ അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ പൊതുധാരയുടെ ഇടപെടലാണ് ഈ ഇതിനകത്തൂടെ നിരൂപാത്മകമായി പ്രതിപാദിക്കാൻ നാടകകൃത്ത് ശ്രദ്ധിച്ചിരിക്കും. അതായത് പണ്ടാണ് ഇങ്ങനെ ടാക്സിയിൽ കയറി പോകുന്ന സ്ത്രീകൾ ഇതൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ മറ്റും തങ്ങളുടെ ശരീരം വിറ്റ് ജീവിക്കുന്നവർ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ കഥാപാത്രത്തെ നിരൂപണം നടത്താൻ. അപ്പൊ സദാചാര ബോധം എന്നുള്ളതാണ് ഈ ഒരു സ്ത്രീയെ ഈ വീട്ടിനുള്ളിൽ അടിമയാക്കി മാറ്റുന്നത്. പക്ഷെ അങ്ങനെ ഒരു സദാചാര ബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇന്നത്തെ സമൂഹത്തിൽ ഈ പഴയകാല ശരീര വിൽപ്പനക്കാരായ സ്ത്രീകൾ കുറെ കൂടെ മാന്യത പുലർത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എല്ലാരും വലുതായപ്പോൾ ഞാൻ മാത്രം ചെറുതായി പോയി എന്ന് പറയുന്ന ദേവയാനിയുടെ മനസ്സുണ്ട്. അതായത് മക്കളെല്ലാം വലുതായി പോയപ്പോൾ തന്നെ കാണുന്നത് തന്നെ അവർക്ക് അറപ്പാണ്. അതുകൊണ്ടാണ് അവർ അടുക്കളയുടെ അകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്നത്. അപ്പൊ വാസു മാത്രമാണ് തന്നെ തിരിച്ചറിയുന്നത് എന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷെ വാസുവിനും തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊരു ചിന്തയാണ് അവരെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ സെക്സ് വർക്കേഴ്സ്, വേശ്യ എന്നുള്ള പദങ്ങളിലേക്ക് അറിയപ്പെടുന്ന ഇത്തരം സ്ത്രീകളുടെയും മാനസിക വ്യാപാരങ്ങൾ അവരെപ്പോഴും സാധാരണക്കാരെ പോലെ തന്നെയാണ്. അവരുടെ ഉള്ളിലും സ്നേഹം കൊതിക്കുന്ന ഒരു ഹൃദയമുള്ള അല്ലെങ്കിൽ ശരീരമുള്ളവരാണ് ഇവര്, അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാവാം ഇവരെ ഇങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കുന്ന എന്നുള്ളൊരു തിരിച്ചറിവ് കൂടെ നാടകം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ദേവയാനി എന്ന കഥാപാത്രം തന്നെയാണ്. 45 വയസ്സുള്ളപ്പോഴാണ് 45 വയസ്സുള്ള ദേവയാനിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. മൂന്നാമത്തെ കുട്ടിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് ഭർത്താവ് നാരായണൻ മരിക്കുന്നത്. അപ്പൊ കുട്ടികളെ വളർത്താനും ഉപജീവനത്തിനുമായിട്ടാണ് അവർ തൊഴിലിന് ഇറങ്ങിയത്. പക്ഷെ ആ തൊഴിൽ ആണ് അവരുടെ ശരീരത്തെ ആദ്യമായിട്ട് ചതിപ്രയോഗത്തിലൂടെ ശരീരത്തെ ഉപഭോഗ വസ്തുവാക്കി മാറ്റുന്നത്. പിന്നീട് അവരുടെ ദുരിതം അങ്ങോട്ട് ആരംഭിക്കുകയാണ്. പിന്നീട് അവരുടെ ഈ ജീവിതം ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വാസുവിന്റെ ബെൻസ് വണ്ടി കയറി പട്ടണത്തിലെ പല ഹോട്ടലുകളിലേക്ക് ഇവർ നടത്തുന്ന യാത്രയാണ് വണ്ടി ദേവു എന്നുള്ള വിളിപ്പേരിലേക്ക് അവർ ചുരുങ്ങാൻ കാരണം. അപ്പൊ മക്കൾ വലുതായപ്പോൾ അവർ ചെറുതായി, മക്കൾ വലുതായപ്പോൾ അവർക്കെല്ലാം അമ്മയെ വേണ്ടാതായി. പക്ഷെ അതുവരെയും അവരുടെ അന്നം അമ്മ കൊണ്ടുവരുന്ന ഈ പണമായിരുന്നു എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. പിന്നെ അവരെ നിന്ദിക്കാനും വിഷമിപ്പിക്കാനും വഴക്കു പറയാനുമാണ് മക്കൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പൊ 18 വയസ്സിന് ശേഷം ഇവർക്ക് നിരവധി പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലോ. എന്നാലും ഒരിക്കലെങ്കിലും എനിക്കൊരു പുരുഷനെ അറിയണം, സ്നേഹിക്കണം എന്ന് 45-ാം വയസ്സിൽ അവർ വാസുവിനോട് പറയുന്നിടത്താണ് നമുക്ക് ഈ കഥാപാത്രത്തിന്റെ മാനസിക വൈരുദ്ധ്യം തിരിച്ചറിയാൻ കഴിയുന്നത്. എന്തായാലും വ്യഭിചാരിണിയാണ് അല്ലെങ്കിൽ വേശ്യാസ്ത്രീയാണ് എന്നൊക്കെ പറയാമെങ്കിലും അവരുടെ മനസ്സ് വളരെ ഉജ്ജ്വലമായ പ്രകാശം ചൊരിയുന്ന സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. സ്ത്രീയുടെ അനുഭവങ്ങൾ മുൻനിർത്തിയാണ് അല്ലെങ്കിൽ സ്ത്രീയുടെ ജീവിതത്തെ മുൻനിർത്തിയാണ് ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ സ്ത്രീപക്ഷ നാടകം എന്ന് നമുക്ക് വിളിക്കാം. ഇപ്പൊ രംഗം 1 നമുക്ക് കടക്കാം. അപ്പൊ അതൊരു അടുക്കളയും സ്വീകരണ മുറിയെയും തമ്മിൽ വേർതിരിച്ചൊരു കർട്ടനാണ്. അപ്പോൾ ഇതിനകത്ത്
വേദിയുടെ വലതു പകുതി സ്വീകരണ മുറിയും ഇടതുഭാഗം അടുക്കളയാണ് സൂചിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഒരു ദേവയാനി എന്ന കഥാപാത്രത്തെ കാണുന്നത്. ഇവിടെ പറയുന്നുണ്ട് 45 വയസ്സാണ് അവർക്ക്. അവരെ രൂപം പറയുന്നുണ്ട് ദേവയാനിയുടെ. ഒരു മരപ്പലകയിൽ കുന്തിച്ചിരുന്ന് എന്തോ ഓർമ്മയിൽ അറിയാതെ പുഞ്ചിരിച്ച് അമ്മി കല്ലിൽ ഇങ്ങനെ ആട്ടുന്നതിനനുസരിച്ച് അവർ ചലിക്കുകയാണ്. ശരീരത്തിന്റെ സമൃദ്ധിക്ക് യോജിക്കാത്ത നല്ല ശരീരമാണ് അവരുടെ, പക്ഷെ മുഖം മ്ലാനമാണ്. പരവശതയും ദൈന്യതയും തോന്നിക്കുന്ന കണ്ണുകളാണ്. മുഷിഞ്ഞ സാരിയും ബ്ലൗസുമാണ് ധരിച്ചിരിക്കുന്നത്. ഇനി അവിടെ കാണുന്നത് മൂത്ത മകൾ രജുലയാണ്. അവൾക്ക് 20 വയസ്സാണ്. അവള് പാത്രങ്ങൾ കഴുകുകയാണ്. അപ്പൊ ഈ അമ്മയെ നോക്കുമ്പോൾ മകൾക്ക് തന്നെ ഒരു അറപ്പാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. അപ്പൊ അടുത്തൊരു മുറിയിൽ, സ്വീകരണ മുറിയിൽ നമ്മൾ കാണുന്നത് രവീന എന്ന കോളേജ് വിദ്യാർത്ഥിനി. അവൾ അവിടെ ഇരുന്ന് വായിക്കുകയാണ്. അപ്പൊ മകളോട്, രജുലയോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം, അവളുടെ മുടിയൊക്കെ മാടി ഒതുക്കി കൊടുക്കുന്നുണ്ട് ദേവേനി. അതൊന്നും മകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവള് ശവം എന്നൊരു വാക്കുകൊണ്ടാണ് അമ്മയെ സൂചിപ്പിക്കുന്നത്. അപ്പോഴേക്കും മഹേഷ് കടന്നു വരുന്നുണ്ട്. മഹേഷ് വന്നിട്ട് വന്നപ്പോഴേ കാണുന്നത് സ്വീകരണ മുറി ഇരിക്കുന്ന രവീനയാണ്. രവീന ചേച്ചി മഹേഷ് ഏട്ടൻ വന്നു എന്ന് പറയുന്നത്. പക്ഷെ മഹേഷ് അവളുടെ വാപൊത്തുകയാണ്. കാരണം താൻ വന്നത് ഭാര്യയെ കാണണ്ട, ഭാര്യയുടെ അനിയത്തിയോട് അല്പം സൊള്ളാം എന്നുള്ള ചിന്തയിലാണ് മഹേഷ്. അപ്പം ഇത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ദേവ് ചെല്ലുന്നുണ്ട്. അപ്പൊ ദേവയാനി മോക്ക് ചായ കൊടുക്കാൻ അടുക്കളയിലേക്ക് രവീണ ചെല്ലുന്നുണ്ട്. അപ്പൊ മോൾക്ക് ചായ ഒഴിച്ചു കൊടുക്കാം എന്ന് ദേവ് ചിന്തിക്കുന്നു. അതും മകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ പഴയ മോളെ രവീന എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ രവീനയുടെ മറുപടി, വേണ്ട, നിങ്ങളുടെ പഴയ കള്ളസൂത്രമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല, ഞാൻ ആരെ അനുസരിക്കുകയില്ല, എനിക്ക് അമ്മയാണെങ്കിൽ നിങ്ങളെ അനുസരിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ തളർന്നിരിക്കുന്ന ദേവുവിനെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം മഹേഷ് അടുക്കളയിലേക്ക് ചൂണ്ടി പറയുന്ന ആ വരികൾ ശ്രദ്ധിക്കണം. ഇന്ന് നരകത്തിൽ നിന്ന് തീയും പുകയും നല്ലോണം വരുന്നുണ്ടല്ലോ, എന്താണ് സ്പെഷ്യൽ? ഈ അടുക്കളയാണ് ഇയാൾ നരകം എന്ന് വിശേഷിപ്പിക്കുക. നല്ല തീയും പുകയും വരുന്നുണ്ടല്ലോ, അപ്പൊ എന്തോ നല്ല ആഹാരം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊരു വർത്തമാനമാണ് മഹേഷ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ആ പഴയ കള്ളസൂത്രമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറയുന്നിടത്ത് മകള് തൻ്റെ മൂത്ത മകളായ റജുലയുടെ ഭർത്താവുമായി ഇളയ മകൾ രവീണ കൂടുതൽ കൊഞ്ചിക്കൊഴയുന്നത് കണ്ട് ഭയന്നാണ് ഈ അമ്മ മകളോട് എന്താണ് ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചൊന്ന് അവളെ ഉപദേശിക്കാന്ന് എഴുതാം. അപ്പോഴാണ് അവൾക്ക് ദേഷ്യം വന്ന് അമ്മയെ വഴക്ക് പറയുന്നത്. ഇനിയാണ് മഹേഷ് അടുക്കളയിലേക്ക് ചൂണ്ടി പറയുകയാണ്, എന്താണ് നരകത്തിൽ നിന്ന് നല്ലപോലെ തീയും പുകയും വരണുണ്ടല്ലോ, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? അപ്പൊ അവിടെ മഹേഷ് നരകം എന്ന് പറയുന്നത് എന്തിനെയാണ്? അടുക്കളയാണ്. അപ്പൊ നിന്റെ അമ്മയ്ക്ക് അപ്പൊ ആഹാരത്തെ പറഞ്ഞപ്പോൾ മഹേഷ് ചോദിക്കുന്നത്, എന്താണ് നിന്റെ അമ്മയ്ക്ക് മരുമോനെ സൽക്കരിക്കാനും താല്പര്യം ഇല്ലാണ്ടായോ എന്ന് ചോദിക്കുന്നു. അപ്പൊ രജുല പറയുന്നു, കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്കൊരു വല്ലാത്ത സ്വഭാവത്തിന് മാറ്റമുണ്ട്, സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. അപ്പൊ ബാബു എന്ത് പറയുന്നു, മകൻ എന്ത് പറയുന്നു എന്നാണ് അവൻ ചോദിച്ചത്, മരുമകൻ. അതിന് ഏട്ടൻ അമ്മയോട് മിണ്ടാറില്ല എന്ന് പറയുന്നു. അപ്പൊ ഏട്ടൻ മാത്രമല്ലല്ലോ, നിങ്ങൾ എങ്ങനെയാണ് ആ സ്ത്രീയോട് പെരുമാറുന്നത് മഹേഷ് ചോദിക്കുന്നു. അപ്പൊ അതിന്റെ മറുപടി രജുല പറയുന്നത്, നിങ്ങൾക്ക് അത് അറിയില്ല, കാരണം ഞങ്ങൾ ഈ നാട്ടിൽ ഈ സ്ത്രീയുടെ മകളെന്നുള്ള രീതിയിൽ ഞങ്ങൾ അനുഭവിച്ച അപമാനം നിങ്ങൾക്കറിയില്ല. അതിന്റെ മറുപടി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നന്നേ ചെറിയ പ്രായത്തിൽ ഭർത്താവ് മരിച്ച സ്ത്രീ 3 കുഞ്ഞുങ്ങളെ, മഹേഷിന്റെ മറുപടിയാണ്, 3 കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താൻ ശരീരം വിൽക്കുന്നു. അത് അവർക്ക് കുട്ടികൾ ഒരുവിധം വളർന്ന് വലുതായി അവർക്ക് ഒരു വരുമാനമായെന്ന് കണ്ടപ്പോൾ മാത്രമാണ് അതിൽ നിന്ന് പിൻവാങ്ങുന്നത്. അപ്പൊ പഴയ പാപങ്ങളുടെ പേരിൽ നിങ്ങൾ ഇനിയും അമ്മയെ ക്രൂശിക്കുന്നതാണ് തെറ്റ് എന്നവിടെ മഹേഷ് പറയുന്നുണ്ട്. അപ്പൊ സ്വന്തം കുടുംബത്തിലാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണ് റജുലയുടെ മറുപടി. എന്നിട്ട് രജുല ചോദിക്കുന്നുണ്ട്, എന്നിട്ടും ഈ വീട്ടിൽ നിന്ന് ഇതെല്ലാം അറിഞ്ഞിട്ട് മഹേഷേട്ട എന്നെ വന്ന് കല്യാണം കഴിച്ചല്ലോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും. അതിന് മഹേഷിന്റെ മറുപടി, അത് നല്ലതാണ്, കാരണം എനിക്കൊരു കല്യാണം കൂടെ കഴിക്കാമല്ലോ. ഇതിനിടയിലും രവീണ അവരുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ രവീണ അവരുടെ ഇടയിൽ വന്ന് കളിച്ചു ചിരിക്കുമ്പോൾ ദേവയാനി വന്ന് അവരുടെ വഴക്ക് പറയുന്നുണ്ട്. ആ വഴക്ക് പറച്ചിൽ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ നിന്റെ മുറി പോയിരുന്ന് വായിക്ക്, എന്തിനാണ് ഏത് സമയം വരെ ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിക്കുന്നു. മറുപടിയാണ്, തിന്ന വറ്റ് പള്ളയെ കുത്തുമ്പോൾ ഉള്ള സൂക്കേടാണ്, തള്ളെ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോ, ഇങ്ങോട്ട് കയറി ഭരിക്കാൻ വരണ്ട എന്ന് പറയുമ്പോൾ മഹേഷ് രവീണയെ ശാസിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ അമ്മയോട് സംസാരിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾ അല്ലെങ്കിൽ താലപ്പൊലിയായിട്ട് സ്വീകരിക്കാന്നുള്ള മറുപടിയാണ് രവീണ കൊടുക്കുന്നത്. വളരെ മോശമായി പോയി എന്ന് മഹേഷ് പറയുന്നു. രണ്ടുപേരുമായിട്ടാണ് അത് പറയുന്നത്. അപ്പൊ ഈ അമ്മയുടെ ഇരിപ്പ് കണ്ടാണ് മഹേഷ് ഇങ്ങനെ പറയുന്നത്. രജുലയുടെ മറുപടി അവിടെ ശ്രദ്ധിക്കണം. അത്രയ്ക്ക് സഹതാപം തോന്നുന്നുണ്ടെങ്കിൽ പോയി കെട്ടിപ്പിടിച്ച് കിടന്നോ എന്നാണ് പറഞ്ഞത്. പിന്നീട് അവിടെ വരുന്നത് ബാബുവാണ്. ബാബുവും മഹേഷുമായിട്ട് സംസാരിക്കുന്നു.
അപ്പൊ ഇതിനിടയിൽ രജുലയുടെ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങൾ പോയി സഹതാപമാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നു എന്നുള്ള വാക്ക് കേട്ടപ്പോൾ കയ്യിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മൊന്ത എടുത്ത് വളരെ ശബ്ദത്തോടെ എറിയുന്നുണ്ട്, സ്റ്റീൽ മൊന്ത ദേവയാനി. അപ്പോഴാണ് ബാബു വരുന്നത്. പിന്നീടെല്ലാം അവർ അതിനെക്കുറിച്ചുള്ള ചർച്ചയായി. കാരണം ഇവരെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം എന്നുള്ള ചിന്തയായി. പിന്നെ ഒരു മദ്യപാനത്തിന്റെ ബാബുവും മഹേഷും കൂടെ മദ്യപാനം ആണ്. ഈ വീട്ടില് മനസമാധാനത്തോടെ ഉറങ്ങണമെങ്കിൽ ഇത് വേണം എന്നാണ് ബാബു പറയുന്നത്. രണ്ടാം രംഗത്തിലാണ് DK മേനോൻ എന്നൊരു വ്യക്തി ഇവിടെ വരുന്നത്. അയാള് പണ്ട് ദേവുവിനെ ഉപയോഗിച്ചിരുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ പ്രായമായി. അയാൾക്ക് ദേവുവുമായിട്ട് ജീവിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ബാബുവിന് ആദ്യം ദേവുവിനെ കാണുന്നുണ്ട്, പക്ഷെ അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അയാൾ പഴയ ബിസിനസ്മാനാണ്. അയാൾ ബാബുവിന് കുറെ ഓഫറുകൾ, അപ്പൊ ബാബു ഇവിടെ വന്നു. അപ്പൊ ബാബുവിന് കുറെ ഓഫറുകൾ നൽകുന്നു, ജോലിക്ക് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കരുതലോടെ അയാള് ഈ ദേവയാനിയുടെ ഉള്ളിലെ ദേഷ്യം കണ്ടിട്ട് അയാൾ പറയുന്നത്, പ്രായം ചെല്ലുമ്പോഴേ ലോകം എന്താന്ന് നമ്മൾ അറിയൂ, അവനവന്റെ ദുരിതങ്ങളിൽ നിന്നേ നമ്മൾ ശരിക്കും പാഠം പഠിക്കൂ, എന്റെ കാര്യം തന്നെ എടുത്തോളൂ എന്ന് DK മേനോൻ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു കാലത്ത് ഇയാൾ വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു. ഇപ്പൊ അയാളുടെ ബിസിനസ്സുകളെല്ലാം തകർന്നു. അയാളുടെ കൂട്ടാളിയും അയാളും ചേർന്നാണ് ഈ ദേവയാനിയെ ഈ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടത്. ഇപ്പോൾ താൻ അതിന് പകരമായിട്ട് ഈ ദേവയാനി ജീവിത സഖിയെ സ്വീകരിക്കാൻ വന്നിരിക്കുകയാണെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ പണ്ട് ഇയാളുടെ ഹോട്ടലുകളിലാണ് അവരുടെ ശരീരം വിൽക്കാനായി പോയിരുന്നത്. ഇപ്പോഴാണ് ബാബു വരുന്നത്. ബാബുവിനോട് സംസാരിക്കുമ്പോൾ ഇയാൾ കുറെ ഓഫറുകൾ നൽകുന്നു, പല ജോലിയും നൽകാം എന്നൊക്കെ പറയുന്നുണ്ട് ബാബുവിന്. പക്ഷെ ബാബുവിന് അയാളുടെ കാര്യങ്ങൾ പൂർണ്ണമായി അറിയില്ല. അപ്പോഴാണ് ഇതെല്ലാം ശ്രദ്ധിച്ച് ഇരിക്കുമ്പോഴാണ് മഹേഷ് കടന്നു വരുന്നത്. അപ്പൊ ഇതിനിടയിൽ ദേവയാനി മകനോട് പറയുന്നുണ്ട്, നമ്മള് ഇങ്ങനെയുള്ള അയാൾ പറയുന്ന ഒന്നും കേൾക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ DK മേനോൻ ബാബുവിനോട് പറയുന്ന ഒരു വാക്കാണ്, ഇത്തരം കാര്യങ്ങൾ സ്ത്രീകളുടെ വാക്കുകൾ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല, അവരെപ്പോഴും താൽക്കാലിക സുരക്ഷിതത്വം മാത്രമേ ചിന്തിക്കൂ. അപ്പൊ ഇയാൾക്ക് നഗരത്തിൽ DK മേനോൻ ആരംഭിക്കാൻ പോകുന്ന ഹാർഡ്വെയർ കടയിലെ ജനറൽ മാനേജറുടെ ജോലിയാണ് ബാബുവിന് വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. അതൊരു ഭാഗ്യമായിട്ട് അയാൾ കരുതുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ജോലി തനിക്ക് ലഭിക്കുമെന്നുള്ള തീരുമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ അത് വേണം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് മകനെ പിന്തിരിപ്പിക്കാനാണ് ദേവയാനി ശ്രമിക്കുന്നത്. അപ്പോഴാണ് DK മേനോൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ മഹേഷ് വരുന്നുണ്ട് അവിടെ. മഹേഷാണ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും അയാൾക്ക് അറിയാണ്ട് ഇപ്പോഴത്തെ തകർച്ചയുടെ അവസ്ഥയൊക്കെ അറിയാം. മഹേഷ് അയാളെ വഴക്ക് പറഞ്ഞ് വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് മഹേഷ് വന്ന് പറയുന്നുണ്ട്, ഇപ്പോഴും അതായത് ഇയാൾക്ക് ചെറിയ മാനസിക പ്രശ്നമുണ്ട്, ഇപ്പോഴും സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് പോവും, പക്ഷെ സെക്യൂരിറ്റിക്കാർ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കും. അയാള് ഇവിടെ വന്നത് എന്തിനാണ് എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. അപ്പൊ മഹേഷ് പറയുന്നുണ്ട്, ബാബുവിനെ പ്രലോഭിപ്പിക്കാൻ മാത്രമായിട്ട് അയാൾ ഇവിടെ വരുമെന്ന് തോന്നില്ല, വേറെ എന്തോ ഉദ്ദേശമുണ്ട് അയാൾക്ക്. അപ്പൊ ബാബു ഒന്നും മനസ്സിലാവാതെ ഉദ്ദേശം. അപ്പൊ മഹേഷ് പെട്ടെന്ന് പറയുകയാണ്, അതായത് ഈ വീടിന്റെ ഓരോരോ ശാപങ്ങളെ എന്ന് പറയുന്നു. അപ്പൊ ബാബു പറയുന്നത്, ശാപം എന്റെയാണ് മഹേഷ്, ഞാനൊരു ക്രൂരനാണെന്നല്ലേ എല്ലാവരുടെയും വിചാരം, പക്ഷെ എന്റെ ഉള്ളിലെ തീ ഇവിടെ ആരെങ്കിലും കാണുന്നുണ്ട്? എത്ര കൊല്ലമായി ഞാനും സഹിക്കുന്നത്, എന്റെ 2 പെങ്ങന്മാരും ഞാനും നീന്തിക്കിടന്ന ആ വേദനയുടെ കടലിന്റെ ആഴം വേറെ ആർക്കെങ്കിലും അറിയാമോ എന്ന് പറയുന്നു. അപ്പൊ ഒന്നും തിരിച്ച് മറുപടി പറയാൻ മഹേഷിന് പറ്റുന്നില്ല. പിന്നെ ഈ രംഗം തന്നെയാണ് ഹോട്ടൽ മുറിയിലെ രംഗമായിട്ട് മാറുന്നത്. അവിടെ വാസുവേട്ടനും ദേവയാനിയും ഉണ്ട്. ഇപ്പൊ വലിയൊരു ഹോട്ടൽ ഞാൻ ആദ്യമായിട്ടാണ് പണം കിട്ടുമെന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പൊ വാസു പറഞ്ഞ്, ധൈര്യമായിട്ട് നീ കയറിപ്പൊയ്ക്കോ, നനഞ്ഞിറങ്ങിയ പിന്നെ കുളിച്ച് കയറണ്ടേ, ഞാൻ കാറിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ ഇതിനകത്ത് ഹോട്ടൽ മുറിയിൽ ചെറുപ്പക്കാരായ DK മേനോനും RV മേനോനും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മേനോൻ ആൻഡ് മേനോൻ സൺസ് എന്നൊക്കെയുള്ള സ്ഥാപനത്തിന്റെ ഉടമകളാണ് ഇവരൊക്കെ. പണ്ടത്തെ, അല്ലെങ്കിൽ ഇവള് ചെറുപ്പക്കാരി ആയിരുന്നപ്പോഴുള്ള മേനോൻ ആൻഡ് മേനോൻ എന്നുള്ള കമ്പനിയുടെ ഓണേഴ്സ് ആയിരുന്നു ഇവർ ആ സമയത്ത്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ആ മുറിയിൽ വെച്ച് ദേവയാനിയെ ശാരീരികമായി കീഴ്പ്പെടുത്തുന്നതാണ് നമ്മൾ അതിനകത്ത്. അതായത് വേട്ടപ്പട്ടികൾ കടിച്ചു കീറുന്ന പോലെ അവളെ അപ്പൊ ആ വേദിയിൽ വേട്ടപ്പട്ടികളുടെ കുരയാണ് മുഴങ്ങി കേൾക്കുന്നത്. അങ്ങനെയാണ് 2ാം രംഗം അവസാനിക്കുന്നത്. ഇവിടെ മഹേഷ് DK മേനോനോട് പറഞ്ഞയക്കുന്നത്, ഇത് എന്റെ വീടാണ്, ഇനി മേലാൽ ഇങ്ങോട്ട് കണ്ടുപോകരുത്. അയാള് ഒരു കാലത്ത് അയാളെ മോഹിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ദേവയാനി. അവളെ അന്വേഷിച്ചാണ് വന്നതും മകന് ജോലി പ്രലോഭനമൊക്കെ നൽകി അമ്മയെ സ്വന്തമാക്കാന്നാണ് അയാൾ കരുതുന്നത്.
അപ്പൊ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പണമെല്ലാം നഷ്ടപ്പെട്ടു, മനോരോഗിയായി മാറിയ ആളാണ് DK മേനോൻ. അത് അറിഞ്ഞിട്ടാണ് മഹേഷ് അയാളെ പുറത്താക്കുന്നത്. ഇതിലേക്ക് പോവുകയാണ്. രംഗം 3 തുടക്കത്തിൽ തന്നെ ബുക്ക് വായിച്ചിരിക്കും ദേവയാനി. അവിടേക്ക് വരുന്ന വാസു. അപ്പോൾ വാസുവിനെ കാണുമ്പോഴാണ് ഇവളുടെ മനസ്സിൽ ഒരു ലാഘവത്വം വരുന്നത്. കാരണം ഇത്രയും കാലമായിട്ട് ചെറുപ്പകാലം പോലെ അറിയാവുന്ന സുഹൃത്താണ്. പിന്നെ അവളുടെ വഴിപിഴച്ച ജീവിതത്തിന് അയാൾ തന്നെയായിരുന്നു കൂട്ട്. അപ്പൊ അയാളെ കാണുമ്പോൾ ആണ് ഒരു സന്തോഷം വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ വരാൻ ഇനി വൈകുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, റെജുലയുടെ കല്യാണം കഴിഞ്ഞ് മഹേഷ് ഇവിടെ അല്ലേ താമസിക്കുന്നത്. അപ്പൊ എന്നെ കുട്ടികൾക്കാണെങ്കിൽ ചെറുപ്പം മുതലേ അറിയാം. അപ്പൊ ഞാൻ എപ്പോഴും വരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് പറയുന്നു. അപ്പൊ ഇയാളുടെ വസ്ത്രം വളരെ മുഷിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം വാസുവിന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ അടർന്നു പോയിരിക്കുന്ന കണ്ടിട്ട് ആ ദേവ് പറയുന്നു, ആ ഷർട്ടിങ് ഉരുത്തതിന് ഞാൻ തച്ചു തരാം എന്ന് പറയും. അപ്പൊ അയാളെ ഷർട്ട് ഊരി കൊടുക്കുമ്പോൾ അവർ അത് ആ ഷർട്ടിനെ ചുംബിക്കുകയും മണപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ വാസുവിന് ജാള്യതയും തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും സൂചി നൂലൂരും എടുത്ത് അവർ ഓരോ ബട്ടണുകളായിട്ട് അതിന്റെ ഷർട്ട്, റെഡിമെയ്ഡ് ഷർട്ടാണല്ലോ, അതിന്റെ കൈകളിലെ ബട്ടൺ എടുത്ത് അത് തുന്നി പിടിപ്പിക്കുകയാണ്. ഇതെല്ലാം വാസുവേട്ടൻ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ഷർട്ട് തച്ചതിന് ശേഷം കൊടുക്കുന്നില്ല, അവൾ അത് ഊരി അവളുടെ കയ്യിൽ തന്നെ അത് തച്ചതിന് ശേഷം കയ്യിൽ തന്നെ ഇട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ സന്തോഷമായിട്ട് നിന്നെ കണ്ടാൽ മതി എന്ന് വാസു പറയുന്നു. അപ്പോൾ അവളുടെ മറുപടി, സന്തോഷം ഈ ജന്മത്തിൽ, ഇനി ഇതൊന്നും കൊതിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഇനിയൊരു ജന്മം ഉണ്ടാവും, അടുത്ത ജന്മത്തിൽ ഞാൻ നല്ല കുട്ടിയായിക്കോളാം, വാസുവേട്ടന്റെ ഇഷ്ടം പോലെ തന്നെ അടങ്ങി ഒതുങ്ങി ഞാൻ ജീവിച്ചോളാം എന്നവൾ പറയുന്നു. എന്നാലെങ്കിലും എന്നെ സ്വീകരിക്കൂ, അതായത് അടുത്ത ജീവിതത്തിലെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ സ്വീകരിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് അവള്. അവൾക്ക് വാസുവിനെ ഇഷ്ടമായിരുന്നു കൗമാരകാലം മുതലേ. അയാൾ അവളോട് യാതൊരു താല്പര്യം കാണിച്ചിരുന്നില്ല. നാരായണൻ എന്നൊരു മദ്യപാനി വിവാഹം കഴിച്ചതിന് ശേഷം അവളുടെ ജീവിതം, ഭർത്താവ് മരിച്ചതിന് ശേഷം ഇങ്ങനെ ശരീരം വിറ്റ് ജീവിക്കേണ്ട അവസ്ഥ വന്നു. ഇപ്പൊ അവളുടെ ജീവിതം ഈ ഒരു കണ്ടീഷനിലാണ് പോകുന്നത്. അപ്പൊ അടുത്ത ജന്മത്തിലെങ്കിലും തന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം കിട്ടും എന്നാണ് അവൾ കരുതുന്നത്. അപ്പൊ വാസു അവളുടെ മൂർധാവിൽ തൊട്ടിട്ട് ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, അടുത്ത ജന്മത്തെക്കുറിച്ചൊന്നും ഇതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ മൂർധാവിൽ ഇങ്ങനെ തൊട്ട് ഇതൊന്നും ആലോചിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരു ബൈക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നു. മഹേഷിന്റെ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നത് ഭാര്യയെ റജുലയല്ല, റവീനയാണ്. അവള് വന്ന് ഇത് കാണുന്നു. അപ്പൊ അയാൾ ആകെ ചമ്മിപ്പോയി. ഈ ഒരു ദൃശ്യം അവള് കണ്ടതിൽ ദേവുവിന് ഒരു ഭാവവും മാറ്റവും ഇല്ല. അപ്പോൾ വാസു പോട്ടെ മോളെയും ചോദിച്ചു പോവുകയാണ്. അപ്പൊ മഹേഷിനോട് രവീണ ഇപ്പൊ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമെന്ന് ചോദിക്കുന്നു. അപ്പൊ അത് മോശമായി അമ്മയുടെ പെരുമാറ്റം എന്നാണ് അവള് പറയുന്നത്. എന്നിട്ട് അമ്മയോട് ചെന്ന് അവള് അടുക്കളയിൽ ചെന്ന് പറയുന്നത് ഹോട്ടൽ മുറിയൊന്നും അല്ല, വീടാണ്, ഇവിടെ ഇതൊന്നും പറ്റൂല എന്നാണ്. അപ്പം ദേവേനി പറയുന്നത് മോളെ വേണ്ടാത്തൊന്നും പറയണ്ട. അപ്പൊ പറയുന്നതാണോ പ്രശ്നം, ആണുങ്ങളെ ഷർട്ട് അറിയിക്കുന്ന എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം ദേവ് പറയുന്നത് നീ ദൈവദോഷം പറയരുത്, ഞാനത് തുന്നിക്കൊടുത്തതാണ്, അപ്പൊ നിങ്ങളെ തലയിൽ കൈവച്ചതോ എന്ന് ചോദിക്കുന്നു. അപ്പൊ എന്താ കൈവച്ചൂടെ, എന്നെ അനുഗ്രഹിച്ചതാണെന്ന് അമ്മ പറയുന്നു. അതിന് അവള് പറയുന്നത് അനുഗ്രഹിക്കേണ്ട സാധനം തന്നെ, തൊട്ടാ കുളിക്കണം. അതായത് അമ്മയെ കളിയാക്കിക്കൊണ്ട് ആ മകള് പറയുന്നതാണ് ആ വാക്കുകൾ രവീണ. അതായത് ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണല്ലോ ഷർട്ടിന്റെ ബട്ടൺ ഊരിപ്പോയതും ദേവയാനി പറഞ്ഞതും അത് അവര് തച്ചു കൊടുത്തത്. പക്ഷെ ഷർട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും നമ്മൾ തമ്മിൽ ഒന്നിക്കണം എന്ന്. അപ്പൊ അതിനെക്കുറിച്ചാണ് ആ സമയത്താണ് അയാൾ ചെന്ന് അവരുടെ തലയിൽ തൊടുന്നത്. പക്ഷെ അവളത് വിശ്വസിക്കുന്നില്ല. വാസു തന്നെ അനുഗ്രഹിച്ചതാണെന്ന് പറയുന്നില്ല. അപ്പൊ ഇവരുടെ പൂർവ്വകാല ജീവിതം, അമ്മയുടെ ജീവിതം, മകൾക്കുണ്ടാക്കിയ വെറുപ്പാണ് പുച്ഛത്തോടെ അവർ പറയുന്നത്. നമ്മൾ പറയുന്നത് തൊട്ടാൽ തന്നെ നിങ്ങളെ കുളിക്കണം. ഇത് കേട്ട് അവര് വളരെ ഞെട്ടിത്തിരിച്ചു നിൽക്കുന്ന അമ്മയാണ് കാണുന്നത്. അവർ പെട്ടെന്ന് നിശബ്ദയായിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. ചായ ഇടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ രവീണ പറയുന്നത് അപ്പൊ മരുമോനെ സൽക്കരിക്കാൻ ധൃതിയായി, എനിക്കിപ്പോ ചായ വേണ്ട, ഞങ്ങൾ ടൗണിൽ നിന്ന് കുടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ദേവേനി പറയുന്നത് രജുല എവിടെ പോയി, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് ഒരുമിച്ചല്ലേ പോയത്. അപ്പോൾ രവീണ പറയുന്നു രജുല മുങ്ങിച്ചാവാൻ പോയി, കുഴിയിലേക്ക് എടുത്താലും നിങ്ങളുടെ സംശയം തീരില്ല. അപ്പൊ ദേവ് പറയുന്ന മോളെ പറയുന്നോണ്ട് ദേഷ്യപ്പെടരുത്, മഹേഷും രജുലയും ഭാര്യ ഭർത്താക്കന്മാരാണ്, അവള് ടൗണിൽ വിട്ടിട്ട് നീ മഹേഷിന്റെ കൂടെ ബാക്കിൽ വന്ന ഒട്ടും ശരിയായില്ല. ഇത് കേട്ട് അവള് മഹേഷ് ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അയാളുടെ അടുത്തിലേക്ക് ഓടുകയാണ്. അടുക്കളയിലേക്ക് ചൂണ്ടി അവൾ പറയുന്നു അമ്മയ്ക്ക് ഈ തള്ളയ്ക്ക് മുഴുപ്രാന്താണ്, കാമപ്രാന്ത് എന്ന് പറയുന്നു. ഈ വാക്ക് കേട്ട് ദേവയാനി ഞെട്ടിത്തെരിക്കുമ്പോഴാണ് ആ മൂന്നാമത്തെ രംഗം അവസാനിക്കുന്നത്. ഇത് നമ്മുടെ രംഗം 4 കാണുന്നത് വാസു ഏട്ടൻ അവിടേക്ക് വരുന്നതാണ്. ദേവ് ഒരു വളരെ വിഷമത്തോടെ അവിടെ ഇരിക്കുന്നു. തീപ്പട്ടിക്കള്ളി കൊണ്ട് താനൊരു കളി കളിക്കുകയായിരുന്നു എന്നാണ് അവള്
അപ്പൊ ദേവയാനി വളരെ ഇന്ന് വാസു പറയുന്നുണ്ട് ആളാകെ മാറിയിട്ടുണ്ട്, കുളിച്ച് മുടിച്ചീക്ക് നല്ലൊരു വേഷത്തിൽ നിൽക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പൊ അവള് വാസുവിന്റെ അടുക്കിലേക്ക് നീങ്ങി നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാനൊരു കാര്യം ചോദിക്കാം, ഞാൻ ഇന്ന് വരുമെന്ന് നിനക്ക്, അപ്പോൾ ഇത് വാസുവേട്ടൻ വരുന്നോണ്ടാണ് എന്നവള് പറയുന്നു. വാസുവേട്ടനെ കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരുങ്ങിയത്. അപ്പൊ വാസുവേട്ടൻ പറയുന്നത്, അതങ്ങനെ ഞാൻ 10-20 ദിവസമായല്ലോ വന്നിട്ട്. അപ്പൊ അവള് കുറച്ചുകൂടെ വാസുവിനോട് അടുത്ത് നിന്നിട്ട്, എന്നെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നാറില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ വാസുവിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അയാൾ എന്താ കുട്ടികളെ പോലെ എന്ന് ചോദിക്കുന്നു. അപ്പൊ ദേവ് പറയുന്നത്, ഞാൻ ഇന്നും കുട്ടിയാണ്, 14 വയസ്സാണ്, സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, എന്നോട് എന്തെങ്കിലും ചോദിക്കുക, എന്നെ ഒന്ന് തൊടുവെന്നൊക്കെ ഞാൻ കരുതി. പക്ഷെ 18ാമത്തെ വയസ്സിൽ നാരായണേട്ടന്റെ കല്യാണ ആലോചന വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വാസുവേട്ടൻ അത് മുടക്കുമെന്ന്. പക്ഷെ നിങ്ങൾ ആണ് എന്റെ കല്യാണത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് കല്യാണം നടത്തിയത്. അപ്പോൾ കല്യാണ തലേന്ന് ഞാൻ കട്ടിൽമേ കിടന്ന് കരയുമ്പോൾ പോലും നിങ്ങൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ വാസുവേട്ടൻ പറയുന്നു, കാൽ കാശിന് വരുമാനം ഇല്ലാത്ത ഞാൻ ആ സമയത്ത് എങ്ങനെയാണ് നിന്നെ സ്വന്തമാക്കേണ്ടത്? അതായത് ചോദിക്കുന്നത്, ഞാനൊരു കള്ളുകുടിയനെയാണ് വിവാഹം കഴിക്കുന്നത് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ തടയാമായിരുന്നില്ലേ? അപ്പൊ നാട്ടിലെ ഏറ്റവും നല്ല കുട്ടി താനായിരുന്നു എന്ന് പറയുമ്പോൾ വാസു പറയുന്നുണ്ട്, അന്ന് സത്യമായിരുന്നു. പിന്നെയാണ് ദേവയാനി എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ ദേവയാനി പറയുന്നു, അതെ ഞാൻ പിന്നെ വണ്ടി ദേവുമായി, വാസുവേട്ടന്റെ ബെൻസ് വണ്ടി കയറി ഞാൻ പട്ടണത്തിൽ പോക്ക് തുടങ്ങി. മക്കൾ ഗതി പിടിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പണി നിർത്തി. എന്നിട്ട് 10 കൊല്ലമായിട്ട് ഈ അടുക്കളയിൽ നിന്ന് ഞാൻ നിരങ്ങുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോഴും ഞാൻ നല്ല കുട്ടിയാണ്, ഇടയ്ക്ക് കുറച്ച് കാലം ഞാൻ പിഴച്ചു പോയി എന്നുള്ളത് സത്യമാണ് എന്ന് പറയും. അപ്പൊ എല്ലാവരും വലുതാവുമ്പോൾ ഞാൻ മാത്രം ചെറുതായി. വലുതായ പിന്നെ 3 മക്കൾ അമ്മയും തന്നെ മുഖത്ത് നോക്കി വിളിച്ചിട്ടില്ല. എല്ലാവർക്കും എന്നെ തോൽപ്പിക്കണം, ഞാൻ തോറ്റു കൊടുക്കാം, പക്ഷെ അതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും എനിക്ക് ജയിക്കണം എന്നവർ പറയുന്നു. ഇന്ന് എനിക്ക് പുസ്തകം, അപ്പോൾ ഇയാൾ പുസ്തകം കൊണ്ടുവന്നിട്ട്, ഇന്ന് എനിക്ക് പുസ്തകമൊന്നും വേണ്ട, എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഇന്നത്തെ ദിവസം എൻ്റെതാണ്, എനിക്ക് കുറേ കാര്യങ്ങൾ വാസുവിനോട് പറയാനുണ്ട്, അത് കേൾക്കണം എന്ന് പറഞ്ഞ് വാസുവിന്റെ ശരീരത്തോളം അവൾ ചേർന്ന് നിൽക്കുകയാണ്. സാവധാനം വാസുവിന്റെ കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ആ മാറോട് അവൾ ചേർന്ന് നിൽക്കുന്നു. പക്ഷെ വാസു ആ കൈ പിൻവലിക്കുമ്പോൾ ദേവയാനി അത് അവളുടെ മനസ്സ് വിഷമിക്കുകയാണ്. അപ്പോൾ ഇവള് ചോദിക്കുന്നത്, നിങ്ങൾ പഴയതുപോലെ ഞാൻ ആയെന്ന് പറഞ്ഞിട്ട് എന്നോട് നിങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ലേന്ന് ചോദിക്കുന്നു. അപ്പോൾ വാസു പറയും, നാണം ആവുന്നില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? ഒരു നാണമില്ല, എനിക്ക് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരു പുരുഷനെ സ്നേഹിക്കണം, അവനെ അറിയണം. അപ്പൊ വാസുവേട്ടൻ പറയുന്നു, നാരായണേട്ടൻ മരിച്ച പിന്നെ 10-12 കൊല്ലം പിന്നെ നീ എല്ലാ പുരുഷന്മാരെയും അറിഞ്ഞതല്ലേ എന്നാണ് ചോദിക്കുന്നത്. ദേവ്, വേണ്ട, അത് ഏത് പെണ്ണ് ഓർത്തിരിക്കേണ്ട, ആദ്യ രാത്രി മുതൽ കള്ളു കുടിച്ച് ലക്കില്ലാതെ 16 വയസ്സിന് മൂപ്പുള്ള ഒരുത്തൻ നടത്തിയ ബലപ്രയോഗം മുതൽ നാരായണേട്ടൻ മരിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കമ്പനിയിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയ ആള്, അന്ന് രവീണയ്ക്ക് 1.5 വയസ്സാണ്, അവളെയും വെച്ച് ഞാൻ ബസ് കയറി. അപ്പൊ അവിടെ വച്ചും എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ 12 കൊല്ലവും ഞാൻ ഇങ്ങനെയുള്ള പേരറിയാത്ത പുരുഷന്മാരോടൊപ്പം ആയിരുന്നു. അപ്പൊ വാസു പറയുന്നത്, എന്തിനാണ് അവനവന്റെ പല്ലിന്റെ ഇടകുത്തി മണപ്പിക്കണം, ഇങ്ങനെ വൃത്തികേടൊക്കെ വിളിച്ചു പറയുന്നത് എന്തിനാണ്? അപ്പൊ ദേവയാനി തന്റെ പൂർവ്വകാല ജീവിതം അയാളോട് പറയുമ്പോൾ അയാൾക്ക് അത് വൃത്തികേടായിട്ടാണോ തോന്നുന്നത്? എന്തിനാണ് അത്? അയാൾക്ക് തന്നെ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. അയാൾ പറയുന്നത്, എന്തിനാണ് ഇതൊക്കെ പുറത്ത് പറയുന്നത്? അപ്പൊ അവള് പറയുന്നത്, ഇതെല്ലാം നിങ്ങൾക്കറിയാം, ഇതൊന്നും എന്റെ വൃത്തികേടുകളെല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നു. അങ്ങനെ വാസുവിന്റെ അടുക്കിലേക്ക് ചെന്ന് വാസുവിന്റെ മുഖം അവൾ ഇങ്ങനെ തഴുകുമ്പോൾ വാസു പിടിച്ചു തള്ളുകയാണ്. അങ്ങനെ അമ്മിക്കല്ലിനരികിലേക്ക് അവൾ വന്ന് വീണു. ഈ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് എണീറ്റെന്ന് പറയുന്നുണ്ട്, നിങ്ങളെ കാണുമ്പോൾ എൻ്റെ മക്കൾ ജാരൻ എന്നാണ് വിളിക്കുന്നത്, പക്ഷെ നിങ്ങളെന്റെ ജാരനല്ല, ഞാൻ നിങ്ങളെ പുരുഷനായിട്ടാണ് കണ്ടത്. വീണ്ടും ആലിംഗനം ചെയ്യാനായിട്ട് കൈകൾ ഉയർത്തുകയാണ് ദേവയാനി. ഒരു വേശ്യയുടെ കാമമാണെന്ന് വിചാരിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ്, ഞാൻ വൃത്തികെട്ട മനസ്സാണ്, എൻ്റെ മരുമകനെ പോലും ഞാൻ ആഗ്രഹിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നുകിൽ എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കുക, അല്ലെങ്കിൽ എന്നെ കൊന്നതാ, കാരണം ഇപ്പോൾ എൻ്റെ മകളെ മരുമകൻ നശിപ്പിക്കാൻ ശ്രമിച്ചെടുത്ത ഇളയ മകളെ കൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു. അപ്പോഴാണ് വാസു പറയുന്നത്, ബാബു പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ചിന്തിച്ചില്ല, എന്തായാലും നിന്നെ ഡോക്ടറെ കാണിക്കണം, നമുക്കൊരു സ്ഥലം വരെ പോകാം, പുറത്ത് ബാബു കാത്തിരിപ്പുണ്ട്. അപ്പൊ എവിടെ പോകാനാണ്? ഹോസ്പിറ്റലിലൊന്നും ഞാൻ വരുന്നില്ല എന്ന് ദേവുവിന് കാര്യം മനസ്സിലായി. പെട്ടെന്ന് അവള് പൊട്ടിച്ചിരിക്കുന്നു. ആ ചിരി അവസാനിപ്പിച്ച് അവള് ശാന്തമായിട്ട് വന്ന് വാസുവിനോട് ചോദിക്കുന്നു, എനിക്ക് മനസ്സിന് സുഖമില്ലെന്ന് സത്യമായിട്ട് വാസുവേട്ടന് തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ എന്താണ് ഇത്രയും നേരം കേട്ടതെന്നാണ് അയാളുടെ മറുപടി. അപ്പൊ ദേവു അലർച്ച പോലെ പറയാണ്, നിങ്ങൾ എനിക്ക് കാണണ്ട. അപ്പൊ വാസു പിന്നിലേക്ക് നടന്ന് പോകുമ്പോൾ വാസു തിരിച്ചാണ് നടക്കുന്നത്. ഞെട്ടിത്തരിച്ച് നടക്കുമ്പോൾ അവള് മണ്ണെണ്ണ എടുത്ത് തലയിൽ കൂടെ ഒഴിച്ചിട്ട് തീപ്പെട്ടിക്കായി നടക്കുകയാണ്. പെട്ടെന്ന് ഈ വാസു നോക്കുമ്പോൾ കാണുന്ന ബാബു
ഇവളുടെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഇവൾ തീപ്പെട്ടി കൊള്ളി എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓടി വന്ന ബാബു അത് തട്ടിപ്പറിച്ചിട്ട് തീപ്പെട്ടി വാങ്ങി സ്വീകരണ മുറിയിലേക്ക് എറിയുന്നു. അപ്പൊ വാസു ദേവുവിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവളിങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ ബഹളം വയ്ക്കുകയാണ്. ബാബുവിനോട് നടന്നു മാറാൻ വാസുവിനോട് നടന്നു മാറാൻ ബാബു ആവശ്യപ്പെട്ടിട്ട് വാസു സ്വീകരണ മുറിയിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് നടക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് തീപ്പെട്ടി കത്തിച്ച് ആ കൊള്ളി അമ്മയുടെ നേർക്കേക്ക് ബാബു എറിയുകയാണ്. അപ്പൊ അതൊരു പിടയുന്ന അഗ്നിഗോളമായിട്ട് ഈ അമ്മ പോകുന്നു. അപ്പൊ ആത്മഹത്യ ചെയ്യാൻ പോയ അമ്മയെ കൊന്നു തന്നെയാണ് മകൻ അവിടെ ആ കഥ അവസാനിപ്പിക്കുന്നത്. ഇനി രംഗം 5 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു പകലാണ്. ആ അടുക്കളയിൽ വീണ്ടും പുകയും ഇത് പഴയൊരു നരകമായിട്ട് മാറി. അവിടെ ആട്ടുകല്ലിൽ രജുല അരച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് അമ്മയെ പോലെ പ്രായമൊക്കെ ആയതുപോലെ ആ കാലം കോലപ്പെട്ട വേഷം. സ്വീകരണ മുറിയിൽ പുതിയൊരു സോഫ ഇട്ടിട്ടുണ്ട്. അവിടെ മഹേഷിന്റെ മടിയിൽ തലവെച്ച് രവീന കിടക്കുന്നു. രജുല അടുക്കളയിലെ പുകയിൽ ഇങ്ങനെ മുങ്ങി പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ആ ഒരു രംഗത്തോടു കൂടി അത് അവസാനിക്കുകയാണ്. അപ്പൊ ഇത്തരം ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവസാനം കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രങ്ങളിലൂടെ ഒരു സമൂഹത്തിന് നേരെയുള്ള വിരൽ ചൂണ്ടിയാണ് എന്ന് നമുക്ക് പറയാം ഈ ഒരു നാടകം. അതായത് സമൂഹത്തിൽ പലപ്പോഴും നടക്കുന്നത് ഇതൊക്കെ തന്നെ ആവാം, അല്ലെങ്കിൽ ഒരു പിന്തുടർച്ച എന്ന പോലെ അവരുടെ ജീവിതത്തെ വീണ്ടും നശിപ്പിക്കാനാണ് സമൂഹം ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവർക്കൊരു പുനരധിവാസം അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതം പിന്നീട് സാധ്യമാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം ഇതുവരെയും എത്തിയിട്ടില്ല. അപ്പൊ കഥാപാത്രങ്ങളെ ശ്രദ്ധിക്കുക. മെയിൻ കഥാപാത്രവും നാടകത്തിലെ പ്രധാന സംഭവങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം കേട്ടാൽ പോലും നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ പറ്റുകയാണെങ്കിൽ നാടകം വായിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതിന് സ്നേഹത്തോടെ ശിവ ടീച്ചർ.